ഒരു പോയിന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു, കേട്ടിട്ടുണ്ടായിരിക്കും, പോയിന്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ നമ്മുടെ മെമ്മറി, ഞാനിപ്പോൾ നമ്മുടെ മെമ്മറിൻ്റെ റാമിൻ്റെ ഒരു ജസ്റ്റ് മെമ്മറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് റാമിനെയാണ്, പ്രൈമറി മെമ്മറിനെയാണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും. അപ്പോൾ ഈ ഓരോ മെമ്മറിക്കും ഓരോ അഡ്രസ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ 32 ബിറ്റാണ് നമ്മൾ ഒരു നമ്മൾ ഇതിൻ്റെ സൈസുണ്ട്, നമ്മുടെ മെമ്മറിയുടെ സൈസുണ്ട്. അത് ചിലപ്പോൾ 4 ബൈറ്റ് ആയിരിക്കാം, ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും ഓരോ മെമ്മറിക്കും. അതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മിനിമം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മെമ്മറീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു യൂണിറ്റ് ഡാറ്റ എത്രയാണ്. ചിലപ്പോൾ അത് 4 ബൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 2 ബൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 8 ബൈറ്റ് ആയിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 ബൈറ്റ് ആണ്, അതായത് നമ്മുടെ ഒരു യൂണിറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ അഡ്രസ്സും എന്ന് പറയുന്നത് എത്രയാണ്, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ, 0008. അപ്പോൾ ഇത് ഓരോന്നും 4 ബൈറ്റ് ആണ്. അപ്പോൾ അഡ്രസ്സും വരുന്നത് 4 ബൈറ്റ് ആയിരിക്കും. അതായത് ഇതിലിപ്പോൾ 4 ബൈറ്റ് ഉണ്ട്, ഓരോ 4 ബൈറ്റ് ഉണ്ട്. ഇതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അഡ്രസ്സും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ 0008, 0012 അങ്ങനെയായിരിക്കും അഡ്രസ്സും വരുന്നുണ്ടാവുക. ഇത് ഓരോന്നും 4 ബൈറ്റ് ആണ്. അങ്ങനെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഡാറ്റ മെമ്മറിയിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതിൽ നമുക്കിവിടെ ഡാറ്റ, നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ നമ്മൾ കൊടുക്കുമ്പോൾ ആ ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡാറ്റേനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അഡ്രസ്സ് വെച്ചിട്ടാണ് ഓരോ മെമ്മറി, എല്ലാ മെമ്മറിയിനുമൊക്കെ എന്തുണ്ട്, അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് വെച്ചിട്ടാണ് അതിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ സിയിൽ നമുക്ക് ഈ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെമ്മറി അഡ്രസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം, ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം. അങ്ങനെ, അതായത് ഡയറക്റ്റ് ആയിട്ട് മെമ്മറീനെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയാം. സാധാരണ മെമ്മറി അലോക്കേഷനും കാര്യങ്ങളൊക്കെ പോയിന്ററാണ് ചെയ്യുന്നത്. ആക്സസിങ് ഒക്കെ നമുക്ക് ജസ്റ്റ് ബൈ നെയിം ആണല്ലേ, വാരിയബിൾ നെയിമാണ്. നമുക്ക് മെമ്മറി അഡ്രസ്സുമായിട്ട് അങ്ങനെ ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് സാധാരണ വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു ഓപ്ഷനാണ് പോയിന്റേഴ്സ്. അപ്പോൾ പോയിന്റേഴ്സിൽ ഇപ്പം നിങ്ങളൊരു പോയിന്റർ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് പറയണം. പിന്നെ ഉണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേറ്ററും കൂടെ വരുന്നുണ്ട്. ഇനി നമ്മുടെ പോയിന്ററിൻ്റെ പോയിന്റർ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഏത് നെയിമാണോ നിങ്ങൾക്ക് വേണ്ടതെന്നെങ്കിൽ ആ നെയിമും കൊടുക്കുക. ഇങ്ങനെയാണ് സാധാരണ. ഇപ്പോൾ പോയിന്റർ നെയിം, ഞാനിവിടെ പോയിന്റർ നെയിം എന്ന് കൊടുക്കുകയാണ്. പോയിന്റർ നെയിം നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റ് സ്റ്റാർ പി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ പി എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഈ സ്റ്റാറിന് പറയുന്നതാണ് ഡീറഫറൻസ് ഓപ്പറേറ്റർ എന്ന്. ഇതിന് 2 യൂസ് ആണുള്ളത്. ഒന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിക്ലറേഷൻ സമയത്ത് നമ്മൾ ഈ സ്റ്റാർ എന്ന് കൊടുക്കുന്നത് നമ്മുടെ കമ്പൈലറിനോട് നമ്മൾ പറയണം ഈ പി എന്ന് പറയുന്നത് ഒരു പോയിന്റർ ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ അടുത്തത് പറയുകയാണ്, ഇതൊരു ഇൻഡിജർ ഡാറ്റ ടൈപ്പ്. അതായത് ഈ എന്തുകൊണ്ടാണ് ഈ ഡാറ്റ ടൈപ്പ് ഇവിടെ കൊടുക്കേണ്ടി വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം എന്തുകൊണ്ടാണ്. ഓരോ പോയിന്ററിനും ഡാറ്റ ടൈപ്പും വരുന്നുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡാറ്റ ടൈപ്പിൻ്റെയും സൈസ് ഡിഫറൻ്റ് ആണ് അല്ലേ. ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 1 ബൈറ്റ് ആണ്. അത് പിന്നെ ഇൻഡിജർ ആണെന്നുണ്ടെങ്കിൽ 4 ബൈറ്റ് ആണ്. അത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനൊക്കെ അനുസരിച്ചിരിക്കും. അതായത്
നിങ്ങളുടെ കമ്പൈലറിനെ ഡിപ്പെൻഡൻ്റ് ആണ്. എന്തായാലും ഓരോ ഡാറ്റ ടൈപ്പും ഡിഫറെൻറ്റ് സൈസാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഡാറ്റ ടൈപ്പ് കൊടുക്കേണ്ടി വരുന്നത്. അതായത് നമ്മുടെ പോയിന്റർ ഏത് ടൈപ്പിലാണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും പോയിന്റർ വാരിയബിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനല്ലേ, അതൊരു വാല്യൂ അല്ലേ, അപ്പം എന്തിനാ ഡാറ്റ ടൈപ്പ് എന്ന്. അപ്പം അതിൻ്റെ യൂസ് വരുന്നത്, അത് എന്തുകൊണ്ട് ആ ഡാറ്റ ടൈപ്പ് അവിടെ കൊടുക്കേണ്ടി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിന്റർ വെച്ചുള്ള അരിത്തമെറ്റിക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അരിത്തമെറ്റിക് നമ്മൾ സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെയല്ല. ഇവിടെ പോയിന്റർ അരിത്തമെറ്റിക് വരുമ്പോൾ അവിടെ ഡാറ്റ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ആ സെഷനിൽ പറഞ്ഞുതരാം. ഒരു പോയിന്ററിന് നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പോയിന്റർ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ഇൻറ്റർ i is equal to 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിൾ ഇൻഡിവിജ്വൽ വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഈ ചെയ്യുന്നത് ഈ i എന്ന് പറയുന്ന ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ എവിടെയോ ഇതിലേതോ ഒരു ലൊക്കേഷൻ നമ്മുടെ കമ്പൈലർ എന്താണ് ഐക്ക് വേണ്ടി അസൈൻ ചെയ്യും അല്ലേ? ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷൻ എടുത്തിട്ട് അതിൽ 100 എന്ന് സ്റ്റോർ ചെയ്തിട്ട് ആ മെമ്മറി ലൊക്കേഷൻ സപ്പോസ് ഇത് 00012 അല്ലേ 16. അപ്പോൾ ഓക്കെ, ഇതിൽ എവിടെയോ 100 എന്ന് സ്റ്റോർ ചെയ്തിട്ട് ഈ അഡ്രസ്സ് i എന്ന് പറയുന്ന ഈ അഡ്രസ്സ് എന്ത് ചെയ്യും? എന്താണ് ഇപ്പോൾ ഇവിടെ 0016 ആണ്. ഈ i എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അതിൻ്റെ അഡ്രസ്സ് തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. അതായത് കമ്പൈലർ അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് അത് ആ അഡ്രസ്സ് i എന്ന് പറയുന്ന വാരിയബിളായിട്ട് എന്ത് ചെയ്യണം? i എന്ന് പറയുന്ന വാരിയബിളായിട്ടൊരു അങ്ങനെ എന്താ പറയുക, അതിനെ ബൈൻഡ് ചെയ്യണം. i എന്ന് പറയുന്ന ഈ ഒരു നെയിമുമായിട്ട് ഈ അഡ്രസ്സിനെ ബൈൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ എപ്പോഴാണ് ഈ ഐന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത്, ഐനെ നമ്മൾ എപ്പോഴാണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, നമ്മൾ ഈ അഡ്രസ്സിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈ i എന്ന് പറയുന്ന ഈ വാരിയബിൾ നെയിം യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് മെമ്മറി അഡ്രസ്സ് ഓർത്ത് വെക്കുന്നതിന് പകരമായിട്ട് അവിടെ നമ്മളൊരു വാരിയബിൾ നെയിം വെച്ചിട്ട് ഓർത്ത്, അത് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. അവിടെ ഒരു ബൈൻഡിങ് വരുന്നുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണത് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ അഡ്രസ്സ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആംപർസൻഡ് i എന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്രസ്സാണ് ഇവിടെ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ i എന്ന് പറയുമ്പോൾ അതിലെ വാല്യൂവും ആംപർസൻഡ് i എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കറക്റ്റായുള്ള അഡ്രസ്സുമാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ആ അഡ്രസ്സാണ് നമ്മൾ പിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഇവിടെ p is equal to ആംപർസൻഡ് i എന്ന് കൊടുക്കാം. അപ്പോൾ എന്താണ് ഈ പിയിൽ ഇപ്പം എന്താ ഉള്ളത്? ഈ നമ്മുടെ ഈ അഡ്രസ്സാണ് 16 എന്ന് പറയുന്ന ഈ അഡ്രസ്സായിരിക്കും പിയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയാണ്. ഇനി നിങ്ങൾക്ക് ഈ പിയിലെ ഇനി നമുക്ക് രണ്ട് വിധത്തിൽ ഈ 100 എന്നുള്ളത് ആക്സസ് ചെയ്യാൻ കഴിയും. രണ്ട് വിധത്തിലല്ല, പല വിധത്തിൽ നമുക്ക് ഈ 100നെ ആക്സസ് ചെയ്യാൻ കഴിയും. ഫസ്റ്റ് ആക്സസിങ് ഏതാണ്? നമുക്ക് ജസ്റ്റ് i വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും ഈ 100നെ അല്ലേ? അതേപോലെ തന്നെ വേറൊരു മെത്തേഡാണ് i എന്ന് പറയുമ്പോൾ തന്നെ 100 ആണ് അല്ലേ നമ്മൾ. ഇനി അതേപോലെ തന്നെ വേറൊന്നാണ് ഇവിടെ വെറും *p. ഇതിനെയാണ്, അതുകൊണ്ടാണ് ഇവിടെ വെറും p എന്ന് പറയുമ്പോൾ അഡ്രസ്സും, നമ്മൾ പോയിന്റർ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് വെറും p എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് 100ന്റെ അഡ്രസ്സാണ്. ഈ *p എന്നിവിടെ ഒരു സ്റ്റാറും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതായത് ഡീറെഫറൻസ് ആണ്. സ്റ്റാർ എന്ന് പറയുന്നത് ഡീറെഫറൻസ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ എന്താണ് നമ്മളിത് കമ്പൈലറിനോട് പറയുന്നത്? p എന്ന് പറയുന്ന പിയിലുണ്ടായിരിക്കുക അഡ്രസ്സാണ്,
ആ അഡ്രസ്സിലുള്ള ഡാറ്റയാണ് വേണ്ടതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർ വെറും പി എന്ന് കൊടുക്കുമ്പോൾ അഡ്രസ്സും സ്റ്റാർ പി എന്ന് കൊടുക്കുമ്പോൾ ആ അഡ്രസ്സിലുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ജസ്റ്റ് ആംബ്രസെന്റ് ഐ എന്ന് പറയുമ്പോൾ ആംബ്രസെന്റിന്റെ സിമ്പിൾ ഇങ്ങനെ മറന്നുപോയി. ആംബ്രസെന്റ് ഐ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐന്റെ അഡ്രസ് അല്ലേ വരുന്നത്. ഇനി ആ അഡ്രസ്സിലുള്ള ഡാറ്റനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ സ്റ്റാർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയും നമുക്ക് 100നെ ആക്സസ് ചെയ്യാൻ കഴിയും. മനസ്സിലാവുണ്ടോ പറയണത്? അതായത് ഒന്നും കൂടെ പറയാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു വാരിയബിള് 100 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തത്. ഇത് നമ്മുടെ മെമ്മറി ലൊക്കേഷൻ ആണ്. ഇവിടെ ഇങ്ങനെ 0000 0004 0008 0006 016 അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഇത് നമ്മുടെ റഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇൻറ്റിജർ ടൈപ്പുള്ള ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, സ്റ്റാർ പി. ദെൻ ആ പിയിലോട്ട് നമ്മൾ നമ്മളിത് ഡിക്ലെയർ ചെയ്തപ്പോൾ നമ്മുടെ കമ്പൈലർ എന്ത് ചെയ്തു? ഒരു 16 ഓക്കെ, ഇതിൽ തന്നെ ആയിക്കോട്ടെ. 100 എന്ന് പറയുന്ന നമ്മുടെ ഡാറ്റ ഒരു മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അഡ്രസ്സ് ഐ എന്ന് പറയുന്ന ഈ വാരിയബിൾ നെയിമുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ അഡ്രസ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓക്കെ, ഇപ്പൊ ആംബ്രസെന്റ് ഐ ആംബ്രസെന്റ് ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ അഡ്രസ്സ് എന്ത് വരും? പിയിലോട്ട് വരും അല്ലേ? ഇപ്പൊ നമ്മുടെ ഇതൊരു പോയിന്റർ വാരിയബിൾ ആണ് പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ 100നെ ആക്സസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. ഈ 100നെ നമുക്ക് ആദ്യം ഐ എന്ന് വെച്ചിട്ട് ആക്സസ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം? സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാം. പി എന്ന് പറയുന്നത് എന്താണ്? പിയിൽ ഇപ്പം എന്താ ഉള്ളത്? 0016 എന്നുള്ള ഈ അഡ്രസ്സാണുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഡാറ്റ കിട്ടാൻ നമുക്ക് സ്റ്റാർ പി എന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 100 എന്ന് കിട്ടും. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ആംബ്രസെന്റ് ഇങ്ങനെയാണ്. ആംബ്രസെന്റ് ഐ അതിൻ്റെ കൂടെ സ്റ്റാർ. ആംബ്രസെന്റ് ഐ, അതായത് ഇവിടെ ഇപ്പോൾ ഇത് ഇത്രയും പോകുന്ന പറഞ്ഞാൽ എന്താണ്? ആംബ്രസെന്റ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 0016 ആണ് അല്ലേ? ഈ പിക്ക് പകരം നമ്മൾ ആംബ്രസെന്റ് അല്ലേ? അങ്ങനെയാണോ? അപ്പോൾ അവിടെ ഡി റെഫറൻസ് ഓപ്പറേറ്റർ കൊടുത്താൽ ഒരു അഡ്രസ്സിന്റെ കൂടെ ഡി റെഫറൻസ് ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിലെ ഡാറ്റ എന്നാണ് കേട്ടോ. ഈ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ അഡ്രസ്സിലുള്ള ഡാറ്റ എന്നാണ് അതിന്റെ മീനിങ്. അതിനാണ് ഡി റെഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനെ ആംബ്രസെന്റ് പറയുന്നത് അഡ്രസ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു പ്രോഗ്രാം ചെയ്തു നോക്കാം. ഈ സെയിം സാധനം തന്നെ ഒന്ന് പ്രോഗ്രാംസ് ചെയ്തു നോക്കാം. സാധാരണ വീട്ടിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന പോലെ ഒരു സുഖമില്ല അവിടെ കൊടുക്കാൻ. നമ്മളിവിടെ വേറൊരു ഡിസ്റ്റർബൻസും വരില്ല ഇവിടെ.
വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ ഡിസ്റ്റർബൻസ് അല്ലേ, ഇവിടെ മൊത്തം ഉണ്ട്. ജസ്റ്റ് ഞാനിവിടെ ഇൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡ് I is equal to 100. ദെൻ നിങ്ങൾ ഓൺലൈനിൽ ഇല്ലേ? പോയിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ ക്ലാസ് എടുത്ത് അങ്ങനെ പോകും. ഇൻഡ് I is equal to 100. ദെൻ നമ്മൾ ഇൻഡ് സ്റ്റാർ പി, അതൊരു പോയിന്ററാണ്. ദെൻ നമ്മൾ P is equal to ampersand I കൊടുക്കണം. ഇനി നമ്മൾ പല വിധത്തിൽ പലതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓരോന്നൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് നമ്മൾ ഐയില് വാല്യൂ ഓഫ് I is equal to percentage D slash n കോമ നമുക്ക് എന്ത് കൊടുക്കാം? I പ്രിന്റ് ചെയ്യിക്കാം. കോമ I. Then print. Again നമുക്ക് value of I is equal to percentage D slash n. വേറെ രീതിയിൽ എങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും? അതിനെ എങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും? സ്റ്റാർ ആംപർസൻഡ് I ഇങ്ങനെ പ്രിന്റ് ചെയ്യിക്കാം അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റാർ പി എന്ന് വെച്ചിട്ട് പ്രിന്റ് ചെയ്യാം. സ്റ്റാർ പി വെച്ചിട്ട് പ്രിന്റ് ചെയ്യാം. ദെൻ സ്റ്റാർ ആംപർസൻഡ് I, ഇതെല്ലാം സെയിം തന്നെയാണ്. ദെൻ പ്രിന്റ് അഡ്രസ് ഓഫ് ഇതാണ് I is equal to percentage U. നമുക്ക് കുറച്ച് വലിയ ചിലപ്പോൾ അഡ്രസ്സൊക്കെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നല്ലെങ്കിൽ നമുക്ക് അഡ്രസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ P അല്ലെങ്കിൽ ആംപർസൻഡ് I അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് P കൊടുക്കുകയാണ്. ഇനി നമുക്ക് നിങ്ങൾ ഇതിലല്ല കേട്ടോ, ടർബോ C++ലാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ചെയ്യാം. നിങ്ങൾക്ക് C++ ഇതൊന്നും കിട്ടത്തില്ല. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ആംപർസൻഡ് വെറും ആംപർസൻഡ് I കൊടുക്കാം. അതും കറക്റ്റാണ് അല്ലേ? ഇനി നമുക്ക് P എന്ന് പറയുന്നത് നമ്മുടെ ഈ വാരിയബിളിൻ്റെ അഡ്രസ്സ് എവിടെയാണെന്ന് നോക്കാം. നമ്മുടെ പോയിന്ററിൻ്റെ അഡ്രസ്സ് എന്താ സംഭവം നോക്കാം. P എങ്ങനെ കൊടുക്കാം? ആംപർസൻഡ് P അല്ലേ? ഇത് നമ്മുടെ പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ്സ് എന്താണ്. ബാക്കിയുള്ളതൊക്കെ ഐന്റെ കാര്യങ്ങളാണ്. അതിലെ വാല്യൂ എന്താണ്, അതിന്റെ അഡ്രസ്സ് എന്താണെന്നൊക്കെയാണ്. ഇത് നമ്മുടെ അവസാനത്തെ നമ്മുടെ P അല്ലേ? ഓക്കെ, കറക്റ്റായ വിഷയം ഞാൻ ഇവിടെ സ്ലാഷും കൊടുക്കാൻ കിട്ടും. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മൾ എത്ര രീതിയിൽ ആക്സസ് ചെയ്തു. അത് ഇവിടെ നോക്കുക,
വാല്യൂ ഓഫ് ഐ നമ്മൾ ഐ വെച്ചിട്ട് ആക്സസ് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം, സ്റ്റാർ പി ഡി റെഫറൻസ് ഓപ്പറേറ്റർ വെച്ചിട്ട് ആക്സസ്. പിയിൽ എന്താ ഉള്ളത്, അഡ്രസ്സ്. അതിൻ്റെ കൂടെ അപ്പുറത്ത് ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് അത് ആ അഡ്രസ്സിലെ ഡാറ്റ എന്നാണ് അതിൻ്റെ മീനിങ്. ആ അഡ്രസ്സിൽ സ്റ്റാർ കൊടുക്കുമ്പോഴുള്ള ഇതാണ് ഡി റെഫറൻസ് ഓപ്പറേറ്റർ ആണ്. ദെൻ നമ്മൾ കൊടുത്തത് ആദ്യം നമ്മൾ ഐൻ്റെ അഡ്രസ്സ് എടുത്തു. ആംപ്രസൻ്റ് ഐ എന്ന് കൊടുക്കുമ്പോൾ അഡ്രസ് ഓപ്പറേറ്റർ ആണ്. ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടി. ദെൻ ആ അഡ്രസ്സിലുള്ള ഡാറ്റ, ആ ഡാറ്റ നമ്മൾ സ്റ്റാർ വെച്ചിട്ട് ഡി റെഫറൻസ് ഓപ്പറേറ്റർ വെച്ചിട്ട് സ്റ്റാർ ആ രീതിയിൽ എടുത്തു. അപ്പോഴും നമുക്ക് അത് തന്നെയാണ് കിട്ടിയത്. ഇത് കണ്ടുവോ, ഐൻ്റെ അഡ്രസ്സ് വന്നിരിക്കുന്നത് ഇതാണ് വന്നിട്ടുള്ളത്. ദെൻ പിൻ്റെ അഡ്രസ്സ് വന്നിരിക്കുന്നത് 68 ഉണ്ടോ. വേറൊരു അതൊക്കെ കമ്പൈലർ അലോക്കേറ്റ് ചെയ്യുന്നതാണ് അതിന്. ആ പോയിന്ററിനൊക്കെ പോയിന്റർ അതിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ പി എന്ന് പറയുന്നതിൽ ഇപ്പം അതാണ് നമ്മുടെ പിയുടെ അഡ്രസ്സ്. രണ്ട് കൺഫ്യൂഷൻ ആയി പോകരുത്, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റർ, സാധാരണ ഒരു പോയിന്റർ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അവിടെ അതിലുണ്ടായിരിക്കുക എന്തെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, ജസ്റ്റ് ഒന്നും വേണ്ട, ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, നള്ള് കൊടുക്കാം. ഇവിടെ പി ഈസ് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നൾ പോയിന്റർ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ളത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ പോയിന്റർ അരിത്തമെറ്റിക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ പോയിന്റർ എന്താന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആവട്ടെ നിങ്ങളുടെ തലയിൽ, എന്നിട്ട് നമുക്ക് നാളെ എടുക്കാം, അതായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ ഇതിനെ പോയിന്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് തരാം, എന്നിട്ട് അത് നിങ്ങൾ ചെയ്ത് പരിശീലിക്കാം. എന്നിട്ട് നമുക്ക് പോയിന്റർ അരിത്തമെറ്റിക്കിലോട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ആകെ കൊഴാന്നിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും നോക്കുക. ഞാനൊരു വർക്കിന്ന് നിങ്ങൾക്ക് ഞാൻ ഇടാം, ഇപ്പം തന്നെ ഇടാം. നിങ്ങൾ നാളെ ആകുമ്പോഴേക്കിനും സബ്മിറ്റ് ചെയ്യാം. നാളെ 11 മണിയാകുമ്പോഴേക്കിനും എല്ലാവരും അത് സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ.